ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ആളെ കണ്ടോ, ഈ കക്ഷിൻ്റെ ഗ്രൂമിംഗ് ആണെന്ന്. അപ്പോൾ ഇതാണ് മീറ്റ് മിസ് കുഞ്ഞൂസ്. ഇത് നമ്മുടെ കുഞ്ഞൂസിൻ്റെ ഗ്രൂമിംഗ് ഡേ ആണ്. ഇതാ കണ്ടില്ല, ആകെ ചെട പിടിച്ചിട്ട് കുഞ്ഞൂസ് ആകെ ഒരു മൗഗ്ലി കോലായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞൂസ് നന്നായിട്ട് ഹെയർ വളർന്നിട്ടുണ്ട്, ഫുള്ളും നോട്ട്സൊക്കെ വന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പുറത്തായിരുന്ന സമയത്ത് കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് കോമ്പ് ചെയ്യാനൊന്നും അവൾ സമ്മതിക്കത്തില്ല. മമ്മിയാണ് ഇവളെ കെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തൊട്ട് ഇവൾ യൂസ്ഡ് അല്ലാത്തത് കൊണ്ട് നമുക്കൊരു തരത്തിലും അവൾ ചീപ്പ് അടുത്ത് കൂടി പോകാൻ പോലും സമ്മതിക്കത്തില്ല. അങ്ങനെ ഫുള്ള് നോട്ട്സായി ആകെ വഷളായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഗ്രൂം ചെയ്യിച്ചേ പറ്റുള്ളൂ. ആക്ച്വലി എനിക്കുള്ള ഹെയർ കളഞ്ഞ് കാണാനൊന്നും ഇഷ്ടമല്ല. എന്നിരുന്നാലും വേറെ നിവൃത്തില്ലാത്തതുകൊണ്ട് ആളെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ കുറേ ഉമ്മെല്ലാം കൊടുത്തിട്ട് ആളെ ഇന്ന് കൊണ്ടുപോവാണ് ഗ്രൂം ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കുഞ്ഞൂസിനെയും കൊണ്ട് പോകുന്നത് കാലിക്കറ്റുള്ള റൂംസ് ആൻഡ് റാക്സിലേക്കാണ്. അവിടെയാണ് നമ്മൾ സ്ഥിരമായിട്ട് കുഞ്ഞൂസിനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർ ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഏത് കട്ടാണ് അവൾക്ക് ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഫുള്ള് നോട്ട്സ് ആയതുകൊണ്ട് തന്നെ അവർ സീറോ ട്രിം ചെയ്യാനാണ് പ്രിഫർ ചെയ്തത്. പക്ഷേ ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്ത് അതിന് തൊട്ട് മുകളിലുള്ള ട്രിമ്മാക്കി അവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ആ ട്രിമ്മിൻ്റെ പേര് ഞാൻ മറന്നുപോയി. കുഞ്ഞു അത്രയും അറ്റാച്ച്ഡാണ്. ഞാനായിട്ട് മാത്രമല്ല, എൻ്റെ ഫാമിലി ആയിട്ടും അവൾ ഞങ്ങൾക്കൊരു ഡോഗോ പെറ്റോ എന്നല്ല. മോറോവർ അവൾ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും കുഞ്ഞു കുട്ടിയാണ്. അവളെൻ്റെ സ്വന്തം മോളാണ്. അപ്പം പ്രൗഡ്ലി ഐ എം എ പെറ്റ് പേരൻറ്റ് ടു. അപ്പം അതുകൊണ്ട് തന്നെ അവളെ ഉള്ളിലാക്കിയിട്ട് നമുക്ക് പുറത്ത് നിൽക്കാനുള്ള യാതൊരു നിർവാഹവും ഇല്ല. ഞാൻ ഭയങ്കര ഇമോഷണലാണ് അവളുടെ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂഷ്വലി ഞാൻ കാണുന്നത് നമ്മൾ പെറ്റിനെ അവിടെ ആക്കിയിട്ട് നമ്മൾ ഗ്രൂമിങ് കഴിയുമ്പോൾ പേരൻസ് വന്ന് കളക്ട് ചെയ്യുന്നതാണ് ഞാൻ യൂഷ്വലി കാണാറ്. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അവരോട് പെർമിഷൻ ചോദിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ അവളുടെ കൂടെ ഫുൾ ടൈം നിൽക്കുകയായിരുന്നു. ഇപ്പോൾ എന്നെ കണ്ടാൽ തന്നെ അറിയാം, ഫുള്ള് മേത്ത് ഫറൊക്കെ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അവൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കിയെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും അവൾ പിന്നെ കുറച്ചും കൂടി കാമായിരുന്നു. ഇതിൽ കാണുന്ന പോലെയല്ല, നമുക്ക് പ്രൊസീജിയറിന് ഓൾമോസ്റ്റ് ഒരു 4 hours മുകളിൽ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് കൊടുത്തിട്ടൊക്കെയാണ് അവളെ അത്രയ്ക്കും കാമാക്കി, അവളെ സേഫാണ് ആക്കിയിട്ടാണ് നമ്മളിത് ഫുൾ പ്രൊസീജിയറും ചെയ്തിട്ടുണ്ടായിരുന്നത്. നോക്കിക്കുക എന്തോരം മുടിയാണ് പോയിട്ടുള്ളത്. എനിക്കിത് കാണുമ്പോൾ തന്നെ വിഷമമാവാണ്. ഇപ്പോൾ ഹാഫ് പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി കൂടി എടുത്ത് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ചെറിയ നോട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഈ ഷിറ്റ്സു ബേബീസിനൊക്കെ പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവും. അവർക്ക് എല്ലാ ദിവസവും കോമ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങളൊക്കെ ആരെങ്കിലും ഷിറ്റ്സുവിനെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അത്രയും കെയർ കൊടുക്കേണ്ട ഒരു ബ്രീഡാണ് ഷിറ്റ്സു. അവൾ അത്രയും ഇതാക്കണ്ടില്ല, അവളങ്ങനെ നമ്മളെ മേത്തേക്ക് കയറി വരും. അപ്പം അവിടെയുള്ള സ്റ്റാഫ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അവർ ഒന്നാമത് തന്നെ എന്നെ എൻ്റർ ചെയ്യാൻ സമ്മതിച്ചു. ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു, ഞങ്ങളെ എൻ്റർ ചെയ്യാൻ സമ്മതിച്ചു. പിന്നെ അത് എടുത്ത് പിടിച്ചുകൊണ്ടൊക്കെയാണ് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പകുതിക്ക് വെച്ചിട്ട് ഞങ്ങൾ വേണ്ട, കുറച്ച് മതി എന്ന് പറഞ്ഞിട്ട് പോകാൻ നിന്നതാണ്. അവൾ ആദ്യം സമ്മതിക്കാതിരുന്നപ്പോൾ പിന്നെ കുറച്ച് നമ്മൾ ബ്രേക്കെല്ലാം കൊടുത്ത് ഇപ്പോൾ അവളെ ഒന്നും കൂടി കാമാക്കി ഫുള്ളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുളിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പാക്കേജിൽ ഇൻക്ലൂഡഡും ആണ്. ഇനിയിപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവൾ ഇനി അതിനും കൂടി സമ്മതിക്കില്ല. അവൾ ഓൾറെഡി ടയേർഡാണ്, കണ്ടില്ലേ, മുഖമൊക്കെ പാവമായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും അപ്പുറത്തൊരു കുഞ്ഞൂസുണ്ട്, ഒരു കുസൃതി ഉണ്ട് അവിടെ ഇരിക്കുന്നത്. അവളും ഇതേപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവളെ ഫേസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അവർ സ്റ്റാഫ്സിനെ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു 4 hours കൊണ്ട് വീട്ടിൽ വന്നു. ഇതാണ് കുഞ്ഞൂസിൻ്റെ പുതിയ കോലം. എനിക്ക് ആക്ച്വലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കുഞ്ഞു വാവനെ പോലെ ഉണ്ട്. അപ്പം അവൾ ആദ്യം കണ്ട ലുക്കിനേക്കാളും അത് ഫുള്ള് അവളുടെ ഫറായിരുന്നു. ആക്ച്വലി ഇത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സ്പെഷ്യൽ താങ്ക്സ് ടു റൂംസ് ആൻഡ് റാക്സ് ടീം, കാരണം അവർ അത്രയും പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നെ കുഞ്ഞൂസിന് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.